അവരൊന്ന് ഓവർടേക്ക് ചെയ്ത് മുമ്പിൽ വന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഇതാണ്. രണ്ട് ചേട്ടന്മാര് ബസ്സിന്റെ ഡോറിൽ നിന്നിട്ട് ടൈറ്റാനിക് കളിക്കണം. സംഭവങ്ങൾക്ക് 5 വയസ്സേ ആയിട്ടുള്ളെങ്കിലും ക്യാമറ കാണുമ്പോൾ അളക്കം കണ്ടിട്ട് ഇവിടെ വലുതാകുമ്പോൾ ബ്ലോഗർ ആയിരിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. ചട്ടി കമഴ്ത്തിയ പോലെ തല നിറയെ മുടിയുള്ളതുകൊണ്ട് ഇവന്മാര് ഹെൽമെറ്റ് വെച്ചിട്ടില്ല എന്ന് ഞാൻ റിയലൈസ് ചെയ്ത് തന്നെ കയ്യിൽ ഹെൽമെറ്റ് കിടക്കണ കണ്ടപ്പോഴാണ്. അവരൊന്ന് ഓവർടേക്ക് ചെയ്ത് മുമ്പിൽ വന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഇതാണ്. രണ്ട് ചേട്ടന്മാര് ബസ്സിന്റെ ഡോറിൽ നിന്നിട്ട് ടൈറ്റാനിക് കളിക്കണം. എന്റെ പൊന്നു ചേട്ടാ, നേരത്തെ എത്താൻ വേണ്ടി ഈ പരിപാടി കാണിച്ചിട്ട് അവസാനം നേരത്തെ പോകേണ്ട അവസ്ഥ ഉണ്ടാക്കരുത് കേട്ടാ. ഒരു പേരിടൽ ചടങ്ങിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. ക്ഷണം ഒരുമിച്ചുള്ളതുകൊണ്ട് തന്നെ ഒരുമിച്ച് ഒരു വണ്ടിയിൽ പോയാൽ പോരേന്നായി ഞാനും ചങ്കും. പിന്നെ വണ്ടി എടുത്ത് നേരെ അവന്റെ വീട്ടിലോട്ട്. ഇന്നലെ വെച്ച ചിക്കൻ കറി ബാക്കിയുണ്ടോന്ന് ഞാൻ ചോദിക്കണേക്കാളും മുമ്പ് തന്നെ അവൻ വാതിലൊക്കെ അടച്ചിട്ട് ഇറങ്ങാൻ പ്ലാൻ ചെയ്യണു. അപാര അഭിനയം തന്നെ. നിങ്ങൾക്ക് ഇതൊരു സാധാരണ വണ്ടിയായിട്ടൊക്കെ തോന്നാം. 2 ലക്ഷം കിലോമീറ്റർ മുകളിലോടിയ വണ്ടി സർവീസിന് പോലും കയറ്റാത്തത് യമഹക്കാരെങ്ങനെ ഇത് തിരിച്ചു ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അവിടുന്ന് ഞങ്ങൾ യാത്ര തുടങ്ങാണ് സുഹൃത്തുക്കളെ, യാത്ര തുടങ്ങാണ്. ഞങ്ങൾ രണ്ടാളും പങ്ക്ച്വാലിറ്റിയുടെ കാര്യത്തിൽ കുറച്ച് സ്ട്രിക്റ്റ് ആയതുകൊണ്ട് അവിടെയും ഞങ്ങൾ തന്നെയാണ് ഏറ്റവും ആദ്യം എത്തി. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞാവ. ഈ കുഞ്ഞാവയുടെ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ വന്നേക്കണേ. ഏതാണ്ട് നടുവിന്റെ മധ്യഭാഗത്ത് നിന്ന് പുറപ്പെട്ട ഒരു ശബ്ദം ചങ്കനെ ഇരുത്തി കളഞ്ഞു. മക്കളെ ഇരുത്തി കളഞ്ഞു. വാവയ്ക്ക് ഇടാൻ വെച്ച പേര് സ്വകാര്യമായിട്ട് ചെവിയിൽ പറയടാന്ന് പറഞ്ഞപ്പോ ഇവൻ വേറെ എന്തൊക്കെയോ സങ്കടം കൂടി പറഞ്ഞിട്ട് ക്രാവിനടക്കം ബോറടിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങളുടെ കോമൺ ആയിട്ടുള്ള ഗിഫ്റ്റും കൊടുത്ത് ഞങ്ങൾ നൈസായിട്ട് തിരക്കിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കിടന്നു. 2 ചങ്കളുടെ നിപ്പവും നോട്ടൊക്കെ കണ്ടിട്ട് എന്തായാലും വാഴകൃഷി ആയിരിക്കും എന്ന് വെച്ച് നോക്കിയപ്പോൾ പ്ലാവാണ് മക്കളെ, പ്ലാവ്. അഭിനയിച്ചിരി കൂടിപ്പോയെന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ അഭിനയിക്കണില്ല എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള അഭിനയായിപ്പോ. ആരോഗ്യപരമായി തർക്കം എന്തിനാണെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന മീശയുടെ ഉള്ളിലെ രോമത്തിന്റെ എണ്ണത്തെ കുറിച്ചുള്ള ചർച്ചയാണ് മക്കൾ ഇവിടെ നടക്കണേ. സിമ്പിളായി പറയുകയാണെങ്കിൽ വെറും ഒരു രോമച്ചർച്ച. കുറച്ചൊക്കെ എല്ലാവരും വൈകിയെങ്കിലും ഗാങ്ങിലുള്ള ഓൾമോസ്റ്റ് ടീംസ് അവിടെ എത്തി എന്നുള്ളതാണ് വലിയ കാര്യം. അങ്ങനെ ചങ്ക് വാവയുടെ ചെവിയിൽ പറഞ്ഞ് ക്രാവിനെ കൂട്ടുവായി ഇടിപ്പിച്ച ആ പേര് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വിസിബിൾ ആക്കാണ്, നിവേദ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അക്ഷമരായിട്ട് കാത്തിരുന്ന ആ സമയം വന്നെത്തി. ഫുഡ് വന്നു മക്കളെ, ഫുഡ്. ഇനി അവിടെ അധികം നിന്ന് കളിച്ചാൽ ശരീരം വേർക്കണ്ട വരുന്ന തിരിച്ചറിഞ്ഞ ചങ്ക് കസ്റ്റമർ കെയറിലെ ചേച്ചീനെ വിളിക്കുന്നതാണ് ഈ കാണുന്നത്. ചെറുക്കൻ്റെ വീട്ടുകാരെ ആദ്യം ഇരിക്കണല്ലോ എന്നുള്ള ചടങ്ങുള്ളത് കൊണ്ട് മാത്രം വിശന്നിട്ടൊന്നല്ല, എങ്കിലും ഞങ്ങളിരുന്നു. അങ്ങനെ പാട്ടും കേട്ട് സദ്യയും കഴിച്ച് പായസം കുടിച്ച് ഞങ്ങൾ ഞങ്ങളുടെ തിരക്കിലേക്ക്.